ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ലൈബ് കുട്ടി ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നടക്കണതാണല്ലേ, ലൈറ്റൊക്കെ കത്തുന്ന ഷൂ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഓടിച്ചാടി നടക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു കല്യാണം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കണു. അപ്പോൾ ലൈബ നമ്മളിങ്ങനെ അങ്ങോട്ട് കൊണ്ട് ഓടിക്കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ റിച്ച് ഇവിടെ റെഡി ആയിക്കണു. പിന്നെ നമ്മളെ പൊന്നു ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതാ അവളെ ഡ്രസ്സ്. പിന്നെ ഞങ്ങളെ ഡ്രസ്സൊക്കെ അങ്ങനെ മാറ്റിലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതാ തൻവി അപ്പുറത്തൊക്കെ റെഡി ആയിക്കണു, ഉമ്മാൻ്റെയും കഴിഞ്ഞിരിക്കണു. അപ്പോൾ ഇനി നമുക്ക് ഓട്ടോറിക്ഷയിൽ പോകാൻ നട്ട് വിചാരിച്ചതുകൊണ്ട് അടുത്ത് തന്നെയാണ് കല്യാണം. അപ്പോൾ നമ്മളെപ്പോഴും വിളിക്കുന്ന ഓട്ടോറിക്ഷക്കാരനിന്ന് എവിടേക്കോ ട്രിപ്പ് വയ്ക്കുകയാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മളേതായാലും ഈ ക്വാർട്ടേഴ്സിലല്ലേ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടും. കണ്ടില്ല, ആ തലക്ക് കാണുന്നത് റോഡാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കുറേ നേരം ഞങ്ങൾ കാത്തുനിന്നു കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അവസാനം ഞങ്ങൾ വിചാരിച്ചു ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടും. അപ്പോൾ ഇങ്ങോട്ടുള്ള ഓട്ടോറിക്ഷകൾ കുറവാണ്. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്ന് പോയൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് അപ്പോൾ നമ്മൾ ലൈബാനോട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പിന്നെ നടക്കണതിന് കുഴപ്പമൊന്നുമില്ല. എടുക്കണോ ചോദിക്കുമ്പോൾ വേണ്ടാന്നൊക്കെയാണ് കേട്ടോ. ഓളമ്മ ഇങ്ങനെ എടുക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട പറയുകയാണ്. അവൾക്ക് നടക്കണതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കിട്ടി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കല്യാണത്തിനൊക്കെ ഇങ്ങനെ എത്തി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ വന്നിറങ്ങണമെന്ന് കാണിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറക്കുകയൊക്കെ ചെയ്തത്, ഞാൻ മറന്നുപോയി. പിന്നെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നു കേട്ടോ. അത് ഞാൻ കുട്ടികൾക്ക് അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. പിന്നെ ഞാനും അങ്ങനെ ഇട്ട് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഭക്ഷണം നമുക്ക് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ചൂടുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ അത് റിച്ചൊക്കെ അപ്പുറത്ത് ഇങ്ങനെ തിന്നുന്നുണ്ട്. ലൈബ് അവിടെ ഉണ്ട്. അപ്പം ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെറുതെ റിച്ചുവിൻ്റെ ഫോട്ടോ ഒന്ന് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ വെറുതെ ചിരിച്ച് കാണിച്ചു തരികയാണ്. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് നല്ല പരിചയത്തിലുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുടുംബമാണെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ ലൈബാൻ്റെ ഓരോ പണികളാണ് കേട്ടോ. അത് കല്യാണത്തിന് വന്നപ്പോൾ അവൾക്ക് കുറച്ച് നേരം ഇരുന്ന് വീട്ടിൽ പോകാനായിട്ട് അവൾക്ക് കഴിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇരുന്നിങ്ങനെ കളിക്കണ്ടേ. അപ്പോൾ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുത്തി കളിക്കണം കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെക്കനും പെണ്ണും സ്റ്റേജിൽ കയറിക്കണം. ഇന്ന് തന്നെ ഇരുന്നു കേട്ടോ. നിക്കാഹ് ആദ്യം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് മഹർമാല ഇട്ട് കൊടുക്കാൻ വേണ്ടി കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അത് മാല ഇടാൻ വേണ്ടി കയറിയിരിക്കണം. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. പിന്നെ ഇതെന്താ പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സ്റ്റേജിൽ നിന്ന് പൂവ് എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈബാക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ കരയെ അവൾക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് അവിടുന്ന് വണ്ടിയൊന്നും കിട്ടിയില്ല. അങ്ങനെ കുറച്ച് നമ്മൾ നടന്നു പോന്നു. പിന്നെ നമ്മൾ ഈ മദ്രസിൻ്റെയൊക്കെ കുറച്ച് അപ്പുറം തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പോണ വഴീൻ്റെ കുറച്ച് അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ്. നമ്മൾ വീട് വിറ്റ് പറഞ്ഞില്ലേ, ആ വിറ്റ വീട് അവിടെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വഴി ഞാൻ കാട്ടിത്തരാം. നമ്മളെ ഒപ്പം സച്ചുണ്ട്, ഞാൻ പറയാൻ മറന്ന സച്ചു ഉണ്ട് കേട്ടോ. കല്യാണത്തിന് വലിയ കാക്കൻ്റെ കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഈ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കാറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ നിന്നിട്ട് അച്ചുവിനൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളിത് ഈ വഴി കൂടെ ഇങ്ങനെ നടന്നൊരു വർത്താനം പറഞ്ഞ് ഇങ്ങനെ വരും ചെയ്യും. അതിൻ്റെ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. അത് ആ വെള്ളക്കാർ വന്ന വഴിയുണ്ടോ, അതാണ് നമ്മളെ ആദ്യത്തെ വീടുണ്ടായിരുന്നു കേട്ടോ. ഈ റോഡ് അതായത് നമ്മളിപ്പോൾ കല്യാണത്തിന് പോയ റോഡ് ഇങ്ങനെയാണ്. ഈ റോഡ് ഇവിടെ വന്ന് ചേരുന്ന റോഡ് ഇങ്ങോട്ട് പറയണത് പോത്തോഴി റോഡാട്ടോ. അത് ഈ റോഡ് കൂടെയാണ് നമ്മളെ വിറ്റ വീടിൻ്റെ അവിടേക്ക് പോവുക. വിറ്റ വീട് എടി നോക്കത് അമ്മ, ഇത് കൂടെ കയറി നമുക്ക് റേഷൻ വീടിൻ്റെ അവിടേക്ക് എത്താം. അപ്പോൾ ധ്യാനിയും പോകാം. അപ്പോൾ നമ്മൾ ധ്യാനം പോകാം. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി നടന്നപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടിയിട്ടോ. അപ്പോൾ എനിക്ക് ഓട്ടോറിക്ഷയിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടിയിൽ വന്ന് ഇവിടെ വന്ന് ഇറങ്ങി. ഞങ്ങളിതാ റിച്ചു കയറി പോകുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ ഇതാ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ. പിന്നെ അത് നമ്മൾ ലൈവും തന്മയൊക്കെ ഉള്ളിൽ കയറുന്നുണ്ട്, റിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.